ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അന്നക്കുട്ടിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൻ്റെ നെയിം നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പേര് തന്നെയാണ്, ഞാൻ തെന്നൽ വെണ്ണില ടോണി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ നെയിം ഇട്ടേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ പേര് മാറ്റി കുഞ്ഞിൻ്റെ പേരിട്ടത് കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ കിടക്കട്ടെ എന്ന് ഓർത്തു. ഓക്കെ, അപ്പോൾ അന്നക്കുട്ടി ഇപ്പം കൃത്യം രാവിലെ ഒരു 6:30 6:45 ഈ ടൈമിനുള്ളിൽ അവൾ എണീക്കും. അപ്പം എണീറ്റ് കഴിഞ്ഞാൽ അവളെ ഒന്ന് പുറത്ത് ഒന്ന് ചുറ്റിക്കും. അപ്പോൾ വെള്ളമായത് കാരണം ഇപ്പം അവളെ ഒന്ന് മഴ കാണിക്കുക, ആ വെള്ളമൊക്കെ കാണിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അവൾക്ക് രാവിലെയുള്ള ഭക്ഷണം കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഈ ഒരു കാര്യത്തിനാണ്. ഭയങ്കര മടിയാണ് അവൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ഇതിനാണ് എനിക്ക് കൂടുതൽ സമയവും പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവളെ കുളിപ്പിച്ച് അവളെ ഒന്ന് പാമ്പേഴ്സൊക്കെ ഇട്ട് ഞാൻ ഏൽപ്പിച്ചിട്ടായിരിക്കും ഞാനൊന്ന് കുളിക്കാൻ പോകുന്നത്. അന്നക്കുട്ടിക്ക് ഇപ്പം കറക്റ്റ് 8 മാസം പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഇപ്പം ഇത്തിരി വാശി വിതയ്ക്കുക. അവളിപ്പം അങ്ങനെ അധികം ആരുടെ കയ്യിൽ ഇരിക്കത്തില്ല. ഇരുന്നാൽ തന്നെ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ് അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഭയങ്കര നിർബന്ധമാണ് ഞാൻ തന്നെ അവളെ എടുക്കണം. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് സൺഡേ, അപ്പം ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അപ്പം എല്ലാവരും വൈറ്റ് ഇട്ടുകൊണ്ട് വരണമെന്ന് അച്ഛൻ പ്രത്യേകം കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അന്നക്കുട്ടിയും ടോണിയും വൈറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആളുടെ മുടിയൊന്ന് ഞാനൊന്ന് കെട്ടാനിരിക്കണം. മുടി കെട്ടാനാണ് ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, മുടി കെട്ടാനൊക്കെ ഇരിക്കുമെന്ന്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ. ഒരു 5-6 കളിപ്പാട്ടം അവളെ സൈഡിൽ വെച്ച് കൊടുത്താലും അവൾക്ക് കൂടുതലും കണ്ണ് പോകുന്നത് ഞാൻ ആ ഈരി കൊടുക്കുന്ന അവളുടെ ചീപ്പിലായിരിക്കും. അവൾക്ക് ആ ചീപ്പ് വേണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കണക്കിനൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരും. അവൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരിക്കും. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വരും. പിന്നെ എന്ത് ചെയ്യാൻ, ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമൊന്നും അല്ലല്ലോ. ഇപ്പോഴും കണ്ട അവളുടെ അരികത്ത് അവളുടെ കളിപ്പാട്ടം ഉണ്ടെങ്കിലും അവൾക്ക് ആ ചീപ്പാണ് വേണ്ടത്. ലാസ്റ്റ് മുടി കെട്ടി ഒരു സൈഡിലോട്ട് എന്തോ ആയിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ലായിരുന്നു. അപ്പം ടോണി പറഞ്ഞു വേണ്ട, അതഴിക്ക് ഒറ്റക്കൊമ്പായിട്ട് കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ അതഴിച്ച് ഞാൻ ഒരു കൊമ്പിൽ അങ്ങ് നിർത്താൻ പോവാണ്. ഇപ്പം ഞാൻ കൂടുതലും ചാനലിൽ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, ലോങ് വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. എൻ്റെ സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും. അത് സ്റ്റാൻഡ് വെക്കുമ്പോൾ ഫോൺ ഇങ്ങനെ താഴോട്ട് വീഴുന്നു. അപ്പോൾ അത് കാരണം ഇന്ന് സൺഡേ ആയപ്പം ടോണി ഉണ്ടായിരുന്നു. അപ്പം ടോണിയാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നത്. സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുക്കുന്നതിലും കൂടുതൽ എനിക്ക് കുറച്ച് ടഫായിട്ട് വന്നത് ഈ വോയിസ് ഓവർ കൊടുക്കാനാണ്. അവൾ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേനും എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ കൊച്ച് ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എത്ര നല്ല ഉറക്കമാണെങ്കിലും ചെറിയൊരു ശബ്ദം കേട്ട് അപ്പം ചാടി എണീക്കും. പിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇരുന്നിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത്. അങ്ങനെ മുടിയൊക്കെ ഒരുവിധം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി അവളുടെ റായൊക്കെ വെച്ച് കൊടുത്ത്. ഇതാണ് അന്നക്കുട്ടിയുടെ ഡ്രസ്സ്, ഒരു സ്കേർട്ടും ടോപ്പുമാണ്. ഇതായിരുന്നു 7-ാം മാസത്തെ ഫോട്ടോയ്ക്ക് ഞാൻ ഇട്ട് കൊടുത്ത കോസ്റ്റ്യൂം. ഞാൻ അവളെങ്ങനെ ഒരിക്കലും ഞാൻ അവൾക്ക് കണ്ണാടി കാണിച്ചു കൊടുക്കും. ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയത്തില്ല. പണ്ടുള്ള ആൾക്കാർ പറയും കണ്ണാടി കാണിക്കാൻ പാടില്ലെന്ന്. അറിയത്തില്ല, ഞാൻ എന്തായാലും കാണിച്ചു കൊടുക്കും. അതായത് എനിക്ക് തോന്നുന്നു പ്രസവിച്ച് കിടക്കുമ്പോൾ അങ്ങനെ എന്തോ ആണെന്ന് തോന്നണം അല്ലേ, കുഞ്ഞിലേക്കാണെന്ന് തോന്നുന്നു കണ്ണാടി. ഇപ്പം അവൾ 8 മാസമൊക്കെ ആയില്ലേ, അറിയത്തില്ല. പോട്ടെ. അപ്പോൾ നമ്മളിതാ പള്ളിയിൽ വന്നേക്കാണ്. ഒരു 90% ആൾക്കാരും വെള്ള വസ്ത്രത്തിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു വേറെ കളറിൽ. ഇത് നമ്മുടെ ഒരു വൈദികം പറയുന്നത് നമ്മൾ അനുസരിക്കണമല്ലോ. അപ്പം അത് കാരണം നമ്മളെല്ലാവരും വെള്ള വസ്ത്രത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്നക്കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ല, അവൾ രാവിലെ 6:30 എണീറ്റതാണ്. ഇപ്പോൾ സമയം 9:45 അവൾക്കൊരു ഉറക്കത്തിൻ്റെയൊക്കെ നേരമായിട്ട് വരുന്നുണ്ട്. എന്നാലും ടോണി ഒരുവിധം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിയേക്കുവാണ്. അങ്ങനെ പള്ളിയിൽ വെച്ച് അവൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ കുർബാനയൊക്കെ കൂടിക്കഴിഞ്ഞ് അപ്പം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതാണ്. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് അവളെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ അവളുടെ ഡ്രോയറിൽ നിന്ന് ഞാൻ ഡ്രസ്സ് നോക്കുവാണ്. അന്നക്കുട്ടിക്ക് കുറച്ച് ഡ്രസ്സിന് മേടിക്കണം. കാരണം അവൾക്ക് ബാപ്റ്റിസത്തിന് കിട്ടിയതാണ്. നമ്മളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്ന അവൾക്ക് ബാപ്റ്റിസത്തിന് കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അവൾക്ക് ചെറുതായിട്ടുണ്ട്. ഇപ്പോഴത്തെ അളവിലുള്ളത് കുറവാണ്. അപ്പം കുറച്ച് ഡ്രസ്സിന് അന്നക്കുട്ടിക്ക് മേടിക്കണം. ഞാനിപ്പം കൂടുതലും മെറ്റീരിയൽ എടുത്ത് എനിക്ക് മെറ്റീരിയൽ എടുക്കുമ്പോഴത്തേനും ഇവക്കും
കൂടെ ഞാൻ കരുതി മേടിച്ച് സ്റ്റിച്ച് ചെയ്യിച്ച് കൊടുക്കലാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം അതാണ്. റെഡിമെയ്ഡ് എടുക്കുന്നതിലും സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് മോഡലിൽ അവൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം ഞാൻ ഇപ്പോഴത്തെ ആളുടെ ഒരു കളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലാകുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവൾ ഇരിക്കത്തില്ലെന്നേ. നേരത്തെ ആകുമ്പോഴത്തേനും ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഇരുത്തി കൊടുക്കുമ്പോൾ അവൾ എണീറ്റ് വരും. അത് എന്തൊക്കെ അടവ് പയറ്റിയാലും എന്തൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള ടോയ്സ് ഞാൻ വെച്ച് കൊടുത്താലും അവൾ എൻ്റെ അടുത്തോട്ട് മീൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ എണീറ്റ് വരും. ലാസ്റ്റ് ഒരുവിധം സെറ്റ് ചെയ്ത് ഞാൻ ഇരുത്തി. അപ്പം കണ്ട, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ എന്തിട്ട് കൊടുത്താലും അവളെ മിറർ കാണിക്കും. അപ്പോൾ ഇനി ആൾ ഉടനെ ഒന്നും ഉറങ്ങത്തില്ല. അപ്പം കുഞ്ഞിനെ അകത്ത് തന്നെ 24 മണിക്കൂർ ഇരുത്തണ്ടല്ലോ. ഞാനപ്പോൾ അവളെ കുറച്ച് നേരം ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ചുറ്റിക്കും. ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലാട്ടോ. ഞാൻ നേരെ പള്ളിയിൽ പോയിട്ടും എൻ്റെ വീട്ടിലോട്ട് പോരും സൺഡേ. അപ്പോൾ ആളെ ഞാൻ ഒന്ന് പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് നടത്തിക്കാമെന്ന് വിചാരിച്ചു. അന്നക്കുട്ടി കുഞ്ഞായിരുന്നപ്പോഴേ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇരുത്തുന്ന പ്രായമല്ല, ഇതിലും കുഞ്ഞ് നമ്മളിങ്ങനെ കയ്യിൽ കിടത്തുന്ന ഇതില്ലേ, അതാകുമ്പോഴത്തേനും ഞാൻ എപ്പോഴും പറയുന്നു ഒന്ന് പെട്ടെന്ന് വളർന്നിരുന്നെങ്കിൽ എനിക്കിങ്ങനെ നേരെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ അരയെ വെച്ചുകൊണ്ടൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ആ കുഞ്ഞിലെ തന്നെ കുട്ടീനെ ഇപ്പോൾ മിസ് ചെയ്യും നമ്മൾ. ഇവളേലും ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എത്ര പെട്ടെന്നായല്ലേ വളരുന്നത്. 1 വർഷം പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നു. ഇനി അവളുടെ ബർത്ത്ഡേക്ക് ഏതാനും മാസങ്ങൾ കൂടെ ഉള്ളൂ. അപ്പോൾ ടോണി വീട്ടിലോട്ട് പോകാൻ വേണ്ടി വണ്ടി എടുത്തപ്പോഴത്തേനും ആൾക്ക് അപ്പോൾ വണ്ടിയിൽ കയറണം. ഇപ്പോൾ വണ്ടി കാണാൻ പാടില്ല അവൾക്ക്. വണ്ടി ഇപ്പോൾ ഭയങ്കര ക്രേസാണ്. അപ്പോൾ കയറിയിരിക്കുവാണ്. റോഡിൽ കൂടെ ഏത് വണ്ടിയുടെ സൗണ്ട് കേട്ടാലും അവൾ അപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടോണി കുറച്ച് നേരം കളിപ്പിച്ചിട്ടൊക്കെ നൈസായിട്ട് എൻ്റെ അടുത്ത് തരുവാണ്. പക്ഷേ എൻ്റെ അടുത്ത് വന്നിട്ടും അവൾ ആ വണ്ടിയിലാണ് അവൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാറ്റ പോലും അവൾ കൊടുക്കത്തില്ല. അങ്ങനെ ടോണി അപ്പോൾ വീട്ടിലോട്ട് പോവാണ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഒന്ന് ഉറക്കത്തിൻ്റെ ഒരു ടൈമായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ സമയത്താണ് എൻ്റെ കലാപരിപാടികൾ നടക്കുന്നത്. കണ്ണെഴുത്തും പൊട്ടുകുത്തലും ഒക്കെ. പള്ളിയിൽ പോകുമ്പോഴത്തേനും രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കൊടുത്ത് പിടിക്കുമ്പോൾ തന്നെ കുറച്ച് മണിക്കൂറാകും. പിന്നെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേനും അവളപ്പം ഉറങ്ങുന്ന ടൈമല്ല. അപ്പോൾ എനിക്കൊന്നും പിരിവൊന്നും വരക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സമയത്ത് ആൾക്ക് നല്ല ഉറക്കം വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് ഞാനപ്പോൾ അവൾക്ക് പിരിവ് എഴുതി പൊട്ടൊക്കെ വരച്ചു കൊടുക്കുന്നത്. ആളിപ്പം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഉറക്കം ഒരു പൂച്ച ഉറക്കമൊക്കെ കേട്ടോ. ഒരു 10-15 മിനിറ്റ് അത്രയൊക്കെ അവൾ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്നത് ശ്രീധര്യത്തിൻ്റെ ഹെർബൽ കാജലാണ്. ഓക്കെ, ഇപ്പോൾ സമയം ഒരു 12:30-12:45 അപ്പോൾ ഈ സമയത്താണ് ഞാൻ അന്നക്കുട്ടിക്ക് ഉച്ചക്കുള്ള കഞ്ഞി കൊടുക്കുന്നത്. കഞ്ഞിയാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, ചില സമയത്ത് കിഴങ്ങ് അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ ഇട്ട് വേവിച്ച് ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പം തണുപ്പല്ലേ, ഇപ്പം ചിലപ്പം ഗ്യാസിന് പിടിക്കത്തില്ല. അപ്പോൾ അത് കാരണം ഞാനിപ്പം കഞ്ഞിയും നെയ്യും കൂടെ മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. ഇപ്പം ഇരുന്ന് തരുന്ന പ്രായമായത് കാരണം എനിക്ക് ഒന്നുകൂടെ കൂടുതൽ കംഫർട്ടബിളാണ് അവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കൊടുക്കുമ്പോഴത്തേനും സൈഡിൽ ഒരു 5-6 കളിപ്പാട്ടം ഞാൻ എടുത്ത് വെക്കും. കാരണം അന്നക്കുട്ടിക്ക് ഒരു കളിപ്പാട്ടം ഒരു 5 മിനിറ്റ് മാത്രമേ അവൾ ഇരിക്കത്തുള്ളൂ. പിന്നെ അത് അവൾ ബോറടിക്കും. അപ്പോൾ അത് കാരണം ഞാൻ സൈഡിൽ കുറച്ച് ടോയ്സ് എടുത്ത് വെക്കും. ഇപ്പം ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോൺ അവിടെ ഇവളുടെ ഫേസ് ഇവൾ കാണുന്നുണ്ട്. അതാണ് ഇപ്പം ക്യാമറയിലോട്ട് ഫോക്കസ് ചെയ്ത് എന്നെക്കുട്ടി നോക്കുന്നത്. ഓക്കെ, ഫോണൊന്നും ഞാനിവർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കത്തില്ല. കാരണം ഇപ്പം നമ്മൾ കാണിക്കുന്ന ശീലമാണ് അവർ ഇത്തിരി കൂടെ മുതിർന്ന് വരുമ്പോഴത്തേനും കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ ഞാൻ ഫോണിന് അഡിക്റ്റ് ആക്കത്തില്ല. അപ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ അവളെ ഞാൻ കുറച്ച് നേരം പിന്നെയും പുറത്ത് കൊണ്ടുപോയി നടത്തിക്കുവാണ്. ആൾക്ക് 24 മണിക്കൂർ എങ്ങനെ കുഞ്ഞുങ്ങളകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കും. മഴ ആയത് കാരണമാണ് പുറത്തോട്ടൊന്നും നമ്മളങ്ങനെ ഇറങ്ങാത്തത്. അപ്പം ഞാൻ കുറച്ച് നേരം വീടിൻ്റെ വാതിക്കൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ടോണി ഒന്ന് കാണിച്ച് അവളെ ചിരിപ്പിക്കുവാണ്. ഉറക്കം വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അവൾക്ക് ഉച്ചക്കൊരു ഉറക്കമുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ചിണുക്കലുണ്ട് ആൾക്ക്. ഇപ്പം അന്നക്കുട്ടിയിട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ അനിയൻ കൊണ്ടുവന്നത് കേട്ടോ. അപ്പം ഇവൾക്ക് 2 മാസം ഉള്ളപ്പോൾ വന്നതായിരുന്നു. 3-ാം മാസത്തെ ഫോട്ടോയിൽ ഈ ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നു. ഇപ്പം ആൾക്ക് ചെറുതായി. 3-ാം മാസത്തിൽ ഇട്ട ഡ്രസ്സ് ഇപ്പോൾ 8 മാസമായില്ലേ, ആൾക്ക് ഇത്തിരി ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഈവനിങ് ആയപ്പോഴത്തേന് ഇത്തിരി ചായയും കേക്കും കൂടെ കുടിച്ചു. അപ്പം അന്നക്കുട്ടി ഇപ്പം എണീറ്റ് വരും ആൾ. അവളുടെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഉറക്കം അവളൊരു 3-4 മണിയാകുമ്പോഴത്തേനും എണീക്കും. ലൈവായിട്ട് കണ്ടല്ലോ ഞങ്ങളുടെ ഉണർച്ച.
ഇനി കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കളിച്ചിട്ട് ഞാൻ ഒരു 4-4:30 ആകുമ്പോഴത്തേനുമായിരിക്കും അന്നക്കുട്ടിക്കുള്ള കുറുക്ക് ഞാൻ റെഡിയാക്കി അവൾക്ക് കൊടുക്കുന്നത്. എന്ത് ഫുഡ് ഞാൻ കൊടുത്താലും ആദ്യമേ തന്നെ അവൾക്ക് കുറച്ച് വെള്ളം കൊടുക്കും. വെള്ളം കൊടുത്തതിന് ശേഷമേ ഞാൻ കുറുക്കായാലും കഞ്ഞിയായാലും എന്തായാലും ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇപ്പം ആൾ ഈ ഒരു ടോയ്സാണ്, ഞാൻ കുറുക്ക് കൊടുക്കുവാണ്. ഈ ഒരു ടോയ്സ് 5 മിനിറ്റ് കഴിയുമ്പം ആൾക്ക് ബോറടിക്കും. അപ്പം സൈഡിൽ ഞാൻ കുറച്ച് ടോയ്സ് എടുത്ത് വെക്കും. ഇത് ബോറടിച്ച് കഴിയുമ്പോഴത്തേനും അടുത്തത് നമ്മൾ കയ്യിൽ കൊടുക്കണമല്ലോ, ഇല്ലെങ്കിൽ അവൾ കഴിക്കത്തില്ല. അന്നക്കുട്ടിയുടെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഉള്ള ഫുഡ് റൊട്ടീൻ, അതുപോലെ തന്നെ ഉള്ള ഡേ ഇൻ മൈ ലൈഫ്. കൂടുതലും എനിക്ക് ഷോർട്സാണ്. പിന്നെ ആരെങ്കിലും വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിൽ ഇങ്ങനെ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അതുപോലെ പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോഴത്തേനും പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. കണ്ട. അപ്പോൾ ആളുടെ നേരത്തെ ഇരുന്ന ടോയ്സ് ആൾക്ക് ബോറടിച്ചു. അപ്പോൾ ഞാൻ അടുത്ത സാധനം കൊടുത്ത് നൈസായിട്ട് ഇരുന്ന് കുറുക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആൾ പിടിച്ചുകൊണ്ടിരുന്ന് തുറന്ന് തന്നോളൂ, ഇല്ലെങ്കിൽ അവൾ കഴിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവളെ മേല് കഴിച്ചൊക്കെ ഒന്ന് റെഡിയാക്കി ഇരുത്തിയേക്കുവാണ്. ഇപ്പം ബാക്ക് ടു പിന്നെയും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നു. ഇത് നമ്മളിപ്പോൾ അടുത്തുള്ളൊരു വീട്ടിലിരിക്കുവാണ്, അച്ചുവിൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ അവളുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കുവാണ്. അച്ചു ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കാരണം കുറച്ച് ബിസിയാണ്. അപ്പോൾ ശനിയും ഞായറുമൊക്കെ അവൾക്കിപ്പം വരും, വൈകുന്നേരമൊക്കെ കാണും. അപ്പോൾ ഞാൻ വീട്ടിലായിരിക്കും, ഞാൻ രാത്രിയാവും. അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പം ഞങ്ങളുടെ റൂമിലിരുന്ന് കളിക്കുവാണ്. എപ്പോഴും ഞാൻ ബെഡിൽ ഒരു ബൈബിളും ഒരു ഉണ്ണീഷോയും അൽഫോൻസാമ്മയുടെ ഒരു ഫോട്ടോയും വെച്ചേക്കും. അപ്പം എപ്പോഴും അൽഫോൻസാമ്മയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിങ്ങനെ ഇരുന്ന് ആൾ കളിക്കും. ഞാൻ അന്നക്കുട്ടിയെന്ന് പേരിട്ടേക്കുന്നത് കൂടുതലും എനിക്ക് പ്രാർത്ഥിച്ചുണ്ടായതാട്ടോ അവൾ. അപ്പോൾ കുറേ പള്ളിയിലൊക്കെ നേർച്ച ചേർന്നിട്ടും എനിക്ക് നോ ഹോപ്പ്. അങ്ങനെ സൺഡേ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അൽഫോൻസാമ്മയുടെ പള്ളിയിലും കയറി പ്രാർത്ഥിച്ച് അവിടെ തൊട്ടി കെട്ടി എനിക്കുണ്ടായതാണ് എൻ്റെ കുഞ്ഞ്. അപ്പോഴത്തേനും തന്നെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്ന പെങ്കൊച്ചാണെങ്കിൽ അൽഫോൻസാമ്മയുടെ വീട്ടിൽ വിളിക്കുന്നത് അന്നക്കുട്ടി എന്നാണല്ലോ. നമുക്ക് യൂട്യൂബിലും ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവൾക്കും അന്നക്കുട്ടി എന്ന് പേരിട്ടേക്കുന്നത്. കണ്ട. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ആൾക്ക് ഒരു ഉറക്കം വരുന്ന, ഇപ്പോൾ അവൾ കുറച്ച് ദിവസമായിട്ട് കറക്റ്റ് 8:30-8:45 ആകുമ്പോഴത്തേനും രാത്രി കിടന്നുറങ്ങും. നമ്മുടെ ആൾ നല്ല ഉറക്കമായി. ഇപ്പോൾ സമയം കറക്റ്റ് 8:45. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ അന്നക്കുട്ടിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇത് മഴ ആയത് കാരണം ഇങ്ങോളം പുറത്ത് കൊണ്ടുപോകത്തില്ല, അതാട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ.